الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى، الحر بالحر والعبد بالعبد والأنثى بالأنثى، فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان، ذلك تخفيف من ربكم ورحمة، فمن اعتدى بعد ذلك فله عذاب أليم. ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 177 വരെ നമ്മൾ പഠിച്ചു. എന്താണ് നന്മ, എന്താണ് ബിർ, എന്താണ് അല്ലാഹുവിനോടുള്ള കൂറ്, അതെങ്ങനെയാണ് തെളിയിക്കേണ്ടത്, അതിന്റെ ലക്ഷണം എന്താണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ, അത് പ്രയോഗവൽക്കരിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് അതിന്റെ വാക്തത്വത്തിലേക്ക് പോകാം, പിന്നീട് വിശദീകരണങ്ങളും മനസ്സിലാക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, കുത്തിബ നിയമമാക്കിയിരിക്കുന്നു. കതബ എഴുതി, കുത്തിബ എഴുതപ്പെട്ടു. എഴുതപ്പെട്ടു എന്ന് പറഞ്ഞ ഉദ്ദേശം നിയമമാക്കിയിരിക്കുന്നു. അലൈക്കും, നിങ്ങൾക്ക്. അൽ ഖിസാസ്, പ്രതിക്രിയ. പ്രതിക്രിയ പിന്തുടർന്നു. അപ്പോ ഖിസ്സ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ, സാധാരണ കഥയാണല്ലേ, ഒരു സംഭവത്തെ പിന്തുടർന്നു, അങ്ങനെ അതിനോടൊപ്പം ചേർന്ന് പോകുക. മൂസ അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് നദിയിലൊഴുകി, നദിക്കരയിലൂടെ സഹോദരി പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് സസ്തി എന്ന് പറയാൻ പറഞ്ഞു. ഇങ്ങനെ പോയി. അപ്പൊ ഖിസാസ് എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ അയാളുടെ പാട്ടിന് വിടുന്നതിന് പകരം അയാളെ പിന്തുടർന്ന് പോയി അയാളെ മേൽ പ്രതിക്രിയ നടപ്പിലാക്കുക എന്നത് തോന്നാണ്. അങ്ങനെയാണ് ഈ പദം ഉണ്ടാകുന്നത്. ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയ നിയമമാക്കിയിരിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ. അപ്പോൾ വിശദീകരണം നമുക്ക് തന്നെ പറയാം. സ്വതന്ത്രൻ, സ്വതന്ത്രൻ എങ്കിൽ സ്വതന്ത്രൻ. അടിമയെങ്കിൽ അടിമ. പെണ്ണെങ്കിൽ പെണ്ണ്. ആർക്കെങ്കിലും ഇളവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന്റെ സഹോദരനിൽ നിന്ന് ഷെയ്ഖുൻ വല്ലതും, അപ്പോൾ അത് ഇത്തിബാ ചെയ്യാം എന്ന് പറയുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അത് സ്വീകരിക്കും. ബിൽ മഅറൂഫ്, മഅറൂഫ് എന്നാൽ മാന്യമായി. അദാബ് എന്ന്
പറഞ്ഞാൽ വീട്ടുക. ഇലൈഹി അവന് ബിഇഹ്സാൻ. ഇഹ്സാൻ പെർഫെക്ഷൻ ആണ്. ഇഹ്സാൻ പെർഫെക്ഷൻ ഏറ്റവും നല്ല നിലയിൽ. ذلك അത് തഖ്ഫീഫുൻ ഒരു ഇളവാണ് റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള, വറഹ്മ കാരുണ്യവുമാണ്. ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അപ്പോൾ അവനുണ്ട് വേദനയേറിയ ശിക്ഷയുണ്ട്. നിങ്ങൾക്കുണ്ട് പ്രതിക്രിയയിൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ അല്ലേ, അതല്ലേ? ഹയാത്തുൻ ജീവിതമുണ്ട്. യാ ഉലുൽ അൽബാബ് അല്ലയോ ബുദ്ധിമാന്മാരെ, ബുദ്ധിയുള്ളവരെ. നിങ്ങൾ വിളിക്കുന്നത് ലഅല്ലകും തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണ്. ഇതാണ് ഇതിന്റെ വാക്ക്. പറയാം. അപ്പൊ അലൈക്കും ഈ ഒരു ആയത്ത് നമുക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ. എല്ലാ ശഅബാൻ മാസത്തിലും പറയാം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ബുദ്ധിന് പഠിച്ചല്ല, വയസ്സിട്ട് വയസ്സൊക്കെ പഠിച്ചതാണ്. എല്ലാ മലയന്മാരും ഇതിനെ പറയൂലേ ശബാനാകുമ്പോ ഈ ആയത്തിലാണ്. അപ്പോ എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കും നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു അസ്വിയാം നോമ്പിനെ, അല്ലേ? കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിയമമാക്കപ്പെട്ടതുപോലെ ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഈ ആയത്ത് ഖുർആനിലുള്ളത് കൊണ്ടാണ് നമ്മൾ നോമ്പ് എടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണ് നോമ്പ് നിയമമാക്കിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ നോമ്പ് എടുക്കുന്നത്. അല്ലാതെ തടി കുറയാൻ വേണ്ടിയിട്ടോ ഫാറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ചില ആളുകൾ വിചാരിക്കുന്നത് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്നാണ്. ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന എല്ലാത്തിനും നോമ്പ് എന്ന് പറയില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിണി കിടന്നുകൊണ്ട് അത് നോമ്പാവൂല, പട്ടിണി ആവുള്ളൂ. നോമ്പാവണമെങ്കിൽ അത് നെയ്യത്തുവാണ്. ഈ നെയ്യത്ത് ഉണ്ടാകുന്നത് അള്ളാഹു നിയമമാക്കിയ ഒരു കാര്യമാണ് ഇത് എന്നതുകൊണ്ടാണ്. അപ്പൊ എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന കുതിബ അലൈക്കും സിയാം അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ കുതിബ അലൈക്കും വരെ അതേ വാക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അല്ലയോ മുഅ്മിനീങ്ങളെ കുതിബ അലൈക്കും സിയാം എന്നുള്ളവർക്ക് ഖിസാസായി. അപ്പോൾ നോമ്പ് നിയമമാക്കിയിരിക്കുന്നു എന്നതുപോലെ തന്നെ വിശ്വാസികൾക്ക് നിയമമാക്കിയ കാര്യമാണ് പ്രതിക്രിയ. അപ്പൊ അതില് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പൂർവികരായ വേദക്കാർക്ക് സംഭവിച്ച ഒരു വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവര് വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് എടുക്കുകയും ചിലതിനെ ഒഴിവാക്കുകയും ചെയ്തു. ചിലത് വേണമെന്ന് പറഞ്ഞു, ചിലത് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് മാറ്റി. അങ്ങനെയാണ് അവർ നശിച്ചു പോയതെങ്കിൽ നമ്മൾ നശിച്ചു പോകാണ്ടിരിക്കാൻ എന്താ ന്യായമുള്ളതെന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മോനെ പോയി അപ്പോ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി നിയമമാണ്. അസ്വിയാ ഇവിടെ അൽ ഖിസാസ്. അപ്പൊ ഓരോ നിയമവും ഓരോ രീതിയിലാണ്. എല്ലാ നിയമവും ഒരുപോലെ അല്ല.
നിസ്കാരം നമുക്ക് നിർബന്ധാക്കിയ കാര്യമാണ് അല്ലേ? ആണ്. പക്ഷേ നിസ്കാരം ആർക്കാണ് നിർബന്ധം? വിശ്വാസികൾക്ക്, പ്രായപൂർത്തിയായവർക്ക്, ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ ശുദ്ധിയുള്ളവർക്ക്. എന്ന് പറഞ്ഞാല് പിന്നെ അശുദ്ധമായ അവസ്ഥയിൽ ഇപ്പോ ഹൈസുള്ള സമയത്ത് നിസ്കരിക്കണ്ട. പിന്നെ യാത്രക്കാർക്ക് ഇളവുണ്ട്. അപ്പൊ നിസ്കാരം നിയമമാണ്, നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നിസ്കാരത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം എന്നാണ്. അപ്പൊ നിസ്കാരം, അപ്പൊ ഇസ്ലാമിലെ ഫിഖ്ഹ് കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനം വാജിബായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായതെല്ലാം വാജിബാണ് എന്നാണ്. അപ്പൊ നിസ്കരിക്കണമെങ്കിൽ നിസ്കാരം വാജിബല്ല, നിസ്കരിക്കണമെങ്കിൽ വുദു വാജിബാണ്. വുദു എടുക്കണമെങ്കിൽ എന്ത് വേണം? വുദു എടുക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? തരണം ചെയ്യാൻ പറ്റില്ല വുദു എടുക്കണം. അപ്പൊ വെള്ളം ഉണ്ടെങ്കിലല്ല, വെള്ളം പോയി എടുത്തുകൊണ്ട് വരണം. ഞാനിങ്ങനെ വീട്ടിന്റെ കൊലായിൽ ഇരിക്കുകയാണ്. വീട്ടിന്റെ കൊലായിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറയാണ്, ഞാൻ അവിടുന്ന് തരണം ചെയ്ത് ഇരിക്കാൻ പോകും. എന്താ കാര്യം? വെള്ളമല്ല. വെള്ളം ഇങ്ങോട്ട് വരൂല. വെള്ളം ഞാനിങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് വെള്ളം വരുമോ? വെള്ളം കിട്ടാത്തപ്പല്ല, വെള്ളം പോയി നോക്കിയിട്ടും കിട്ടാത്തപ്പോ. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ട് ഞാൻ മുമ്പത്തെ പറഞ്ഞല്ലോ, സുബഹി നിസ്കരിക്കണതിന്റെ പ്രശ്നം നിസ്കാരത്തിന്റെ റക്കായത്തല്ല, അത് വെറും 2 റക്കായത്തുള്ളൂ. ഈ വുദു ഒഴിവായി തന്നാൽ ഞാൻ എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കാം. കാരണം പറഞ്ഞാൽ ഇന്നലെ പുറത്ത് തണുത്ത വെള്ളം ഉപയോഗിക്കലാണ് പ്രശ്നം. അത് തമാശയാണെങ്കിലും വുദു വാജിബാണ്. വുദു എടുക്കണമെങ്കിൽ വെള്ളം എങ്ങനെ കിട്ടുമോ അങ്ങനെ പോയി എടുക്കലും വാജിബാകും. ആവുമല്ലേ? അപ്പൊ നോമ്പ് ഫർളാണ്. അപ്പൊ നോമ്പ് എടുക്കണമെങ്കിലുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തണം. അത് നമ്മൾ തമ്മിലും സഹായിക്കലാണ് റംദാനിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. അത്താഴം കഴിക്കാന്, നോമ്പ് തുറക്കാനൊക്കെ ഉള്ള പാവങ്ങൾക്ക് കൂടി അവസരം ഉണ്ടാവട്ടെ. കാരണം നോമ്പെടുക്കണ്ടേ, അതിനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുത്തിബ അലൈക്കും സിയാം എന്ന് പറഞ്ഞ പോലെ കുത്തിബ അലൈക്കുൽ ഖിസാസ്, പ്രതിക്രിയ അല്ലാഹു ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തിന്റെ വിശദാംശങ്ങളും അത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എങ്കിൽ ആ നിയമം നടപ്പിലാക്കാൻ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോ എല്ലാവരും കൂടി നിഷേധിച്ചെങ്കിലും ഇക്കാര്യത്തിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. ഏതാണ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, അതിന് പറ്റ ഉണ്ടാക്കാലോ. ഈ പ്രതിക്രിയ വ്യക്തികൾ ചെയ്യേണ്ടതല്ല. സുമയ്യ റളിയല്ലാഹു അൻഹ വധിക്കപ്പെട്ടപ്പോൾ ആരും പോയിട്ട് ഖിസാസ് നടത്തിയിട്ടില്ല, പ്രതിക്രിയ ചെയ്തിട്ടില്ല. വ്യക്തികളോ സംഘടനകളോ ഒന്നും ചെയ്യേണ്ട പണിയല്ല പ്രതിക്രിയ എന്ന് പറയുന്നത്. പ്രതിക്രിയ ചെയ്യണമെങ്കിൽ ഹുകൂമത്ത് വേണം. ഹുകൂമത്ത് എന്ന് പറഞ്ഞാൽ ഭരണകൂടം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആളെ കൊല്ലാൻ അനുവദിച്ച രണ്ടേ കാര്യമുള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ നന്നാക്കി എഴുതിയോ? മനുഷ്യന്മാരെ കൊല്ലാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, എല്ലാ നിയമവ്യവസ്ഥയും അനുവദിച്ചിട്ടുള്ളത് പോലെ. രണ്ടേ കാര്യം. ഒന്ന് ഖിതാലാണ്, മറ്റൊന്ന് ഖിസാസാണ്. ഖിതാൽ യുദ്ധം. യുദ്ധത്തിൽ പിന്നെ മനുഷ്യന്മാരോട് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞല്ലോ ചെയ്യാം. ആ യുദ്ധാവസരത്തിലെ ആയത്തുകൾ എടുത്തിട്ടാണ് പലരും ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ച കാര്യമാണ്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും എല്ലാ സമൂഹത്തിനും വേണ്ട ഒരു ഭരണഘടന ആയതുകൊണ്ട് ഇത് വ്യക്തികൾക്കും കുടുംബത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ഉള്ളതാണ് എന്നതുകൊണ്ട് ഖുർആനിൽ അതൊക്കെ ഉണ്ടാവും.
അല്ലേ? നമ്മുടെ രാജ്യത്തിൽ പ്രതിരോധ വകുപ്പുണ്ട്, പ്രതിരോധ വകുപ്പ് മന്ത്രി ഉണ്ട്. അതൊക്കെ ഭീകരവാദമാണോ? അല്ല, കാരണം ഒരു രാഷ്ട്രത്തിന് അതൊക്കെ ആവശ്യമാണ്. നമ്മുടെ നാട്ടില് പട്ടാളമുണ്ട്, അവർക്ക് ആയുധ പരിശീലനമുണ്ട്, ബോംബ് നിർമ്മിക്കുന്നുണ്ട്. ഭീകരവാദമാണോ? ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഒരു രാജ്യത്തിന് അതൊക്കെ ആവശ്യമാണ്. എന്നാല് നമ്മുടെ നാട്ടില് സാധാരണക്കാരത് ചെയ്താൽ അത് കുറ്റകൃത്യമാണ്. അത് ചെയ്യുന്നുണ്ട് വേറെ കാര്യം. തേങ്ങ പെറുക്കാൻ പോയവർക്കൊന്നും ബോംബ് പൊട്ടി മരിക്കണ വാർത്തയാണ്. ഇപ്പൊ തേങ്ങ ആരും പെറുക്കണില്ല. കാരണം തേങ്ങയാണോ ബോംബാണോ ഇതിന്റെ സംശയം. പക്ഷെ അപ്പോഴാണ് ഏതോ ഒരുത്തം പെറുക്കിയപ്പോ നിധി കിട്ടി, ബോംബാന്ന് പേടിച്ചു. മനുഷ്യന്മാരിപ്പോ ഉരുണ്ട എന്ത് സാധനം കണ്ടാൽ ഒന്നുകിൽ തേങ്ങ, അല്ലെങ്കിൽ ബോംബ്, അല്ലെങ്കിൽ നിധി, ഒന്ന് പറയും പോലെ ഇരിക്കും. ഇപ്പണിയെല്ലാം ഇവിടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറ്റകൃത്യമല്ല. എന്തുകൊണ്ടല്ല? ഒരു രാജ്യം എന്ന നിലയ്ക്ക് അതൊക്കെ ആവശ്യമാണ്. പരിശുദ്ധ ഖുർആൻ ഒരു രാജ്യത്തിന് ഉള്ള ഭരണഘടന കൂടിയാണ് എന്നതുകൊണ്ട് ഖുർആനിലും എന്തുണ്ടാവും? ഈ പ്രതിരോധവും ആക്രമണവും ഒക്കെ ഉണ്ടാവും. അത് അതാതിന്റെ സമയത്തും അതാതിന്റെ അവസരത്തിലും ചെയ്യേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിലാണ് ഈ പണി ഒക്കെ ചെയ്യുക. അദ്ദേഹം മന്ത്രി അല്ലാണ്ടായി വീട്ടിൽ വന്നിട്ട് ഇനിയും പണിയെടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവസരം മാറിയാൽ അവസ്ഥ മാറും. അപ്പൊ നിങ്ങൾ കണ്ടയിടത്ത് വെച്ച് കഴുത്ത് വെട്ടുക എന്നൊക്കെ ഖുർആനുണ്ട്. അത് മാത്രം എടുത്തിട്ട് അത് കണ്ടോ, കണ്ടയിടത്ത് വെച്ച് കഴുത്ത് വെട്ടുക. അത് കണ്ടയിടത്ത് വെച്ച് തന്നാല് ഇവിടുന്ന് കണ്ടെടുത്തിട്ട് അല്ല, യുദ്ധഭൂമിയിലുള്ള കാര്യമാണ് ആ പറയുന്നത്. അവസരങ്ങൾ മാറുമ്പോൾ അവസ്ഥ മാറും, വിധി മാറും. അപ്പൊ രണ്ട് കാര്യത്തിലാണ് കൊല അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും അന്യായമായി ഒരാളെ കൊന്നാൽ, അപ്പൊ ഈ അന്യായമായി എന്ന് പറയുമ്പോൾ ചോദ്യം, അപ്പൊ ന്യായമായിട്ട് കൊല ഉണ്ടോ? ഉണ്ട്. അത് രണ്ട് വിധമാണ്. ഒന്ന് ഖിതാൽ, യുദ്ധം, മറ്റൊന്ന് ഖിസാസ്, പ്രതിക്രിയ. അതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. പക്ഷെ ഇത് രണ്ടും വ്യക്തികൾ ചെയ്യേണ്ടതല്ല. ഇത് രണ്ടും ചെയ്യേണ്ടത് വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമാണ്. അതിന് ഭരണം വേണം, ന്യായാധിപൻ വേണം. ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ഖാദി എന്നാണ്. ഖാദി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വിചാരിച്ച ഖാദിയല്ല. നമ്മളെ നാട്ടിൽ നമ്മൾ വിചാരിച്ചൊരു ഖാദിയില്ലേ, ഒരു കുറഞ്ഞ പൈസക്കൊക്കെ കിട്ടുന്ന ശമ്പളത്തിന് കിട്ടുന്ന ഒരാളെ ഖാദിയാക്കിയിട്ട് നിങ്ങളാണ് നമ്മളെ ഖാദി, വലിയ കുഴപ്പമൊന്നുമില്ല. അയാൾക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുകയും വേണ്ടിയില്ല. അപ്പൊ അതൊരു ഖാദി. അതിനല്ല ഇസ്ലാമിലെ ഖാദി എന്ന് പറയാ. അധികാരമുള്ള ഭരണാധികാരിക്കാണ് ഖാദി എന്ന് പറയാം. അയാൾക്കാണ് മാസം ഉറപ്പിക്കേണ്ടത്. മാസം ഉറപ്പിക്കുന്നത് സൗദി അറേബ്യയിൽ ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. അവിടുത്തെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആണ് അവിടെ മാസം ഉറപ്പിക്കുക. അതാണ് ഖാദി ഖുദാസ്. നമ്മള് ഇവിടെ യഥാർത്ഥത്തിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ളത് പോലെ ചെയ്യാം, ഒപ്പിക്കുന്നത് മാത്രം. അപ്പൊ രണ്ട് സന്ദർഭത്തിലാണ്, ഒന്ന് ഖിതാലാണ്, ഒന്ന് ഖിസാസ്. പക്ഷെ ഇവിടെ അല്ലാഹു പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് ഖിസാസ് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. പക്ഷെ ആ നിർബന്ധം നടപ്പിലാകണമെങ്കിൽ അതിൻ്റെതായ വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായേ ചെയ്യും. അതില്ലാത്തപ്പോ അത് നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പൊ പുകയെടുക്കാൻ വെള്ളം വേണം. ആ വെള്ളം ഇരുന്നിടത്ത് ഇരുന്നാൽ കിട്ടൂല എന്നുള്ള പോലെ വെള്ളം എടുക്കാൻ പോകണം. അപ്പൊ ഖിസാസ് എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണ്. ഇരുന്നിടത്ത് ഇരുന്നാൽ ഖിസാസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ വാജിബായ ഒരു കാര്യം, അതിനാവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ വാജിബാണ്. ഇത് നമുക്ക് ജനങ്ങളോട് പറയാൻ പറ്റുമോ പറ്റൂലേ?
ജനങ്ങളോട് പറയാൻ പറ്റാത്തതായ ഒരു നിയമവും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഒരു രഹസ്യം നമ്മൾ മാത്രം പറയേണ്ട അങ്ങനെ ഒരു സാധനം ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ക്ലാസ് യൂട്യൂബിൽ ഇടുന്നു, നാട്ടുകാർക്ക് മൊത്തം കേൾക്കാമല്ലോ. പക്ഷെ മാത്രം കേൾക്കാം. നമ്മളെ ജുമാ ഖുത്ബകളൊക്കെ ചിലപ്പോൾ ലൈവ് ഇടും ഫേസ്ബുക്കിലൊക്കെ, ആർക്കും വേണമെങ്കിലും കേൾക്കാം. കാരണം ആരും കേൾക്കാൻ പറ്റാത്ത, മുസ്ലിങ്ങളല്ലാത്തവർ കേൾക്കാൻ പറ്റാത്ത ഒരു സംഗതി പരിശുദ്ധ ഖുർആനിലില്ല. വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ പറയുന്ന പ്രതിക്രിയ എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത് എത്രത്തോളം മാനവികമാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇത് എത്രത്തോളം നാട്ടിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കും. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഖിസാസ് ഇല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹുക്കൂമത്ത് ഈ ഖിസാസ് നടപ്പിലാക്കുന്ന ഹുക്കൂമത്തല്ല എന്നതുകൊണ്ടാണ്. അപ്പോ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഇവിടെ ഖുർആനിൽ പലയിടത്തും ഖിസാസിന്റെ വ്യത്യസ്തമായ സംഗതികൾ വിശദീകരിച്ചിട്ടുണ്ട്. മോഷ്ടിച്ചവന്റെ ഖിസാസ് എന്താണെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വ്യഭിചാരിയെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ സംഗതിയുണ്ട്. ഇവിടെ പറയുന്നത് ഫിൽഖത്ല, കൊന്നവൻ എന്താ ചെയ്യേണ്ടത്? ഒരാൾ കൊല ചെയ്തു, അയാളെ എന്ത് ചെയ്യും? അപ്പൊ അയാളെ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഒരു പ്രശ്നം, ആ കാലത്ത് നടപ്പിലുണ്ടായിരുന്ന ഒരു ജാഹിലിയ്യത്ത് അതിന് അഡ്രസ് ചെയ്യണം. അത് ഈ കാലത്തുള്ളതാണ്. എന്താണ്? സമൂഹത്തിലെ ചില ആളുകൾക്ക് ചില നിയമം, ചില ആളുകൾക്ക് വേറെ നിയമം. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഉണ്ട്. ഭരണഘടനയിലൊന്നുമില്ല. ഭരണഘടനയിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. പക്ഷെ ഈ ഭരണഘടന സ്വന്തം വന്നിട്ട് നിയമം നടപ്പിലാക്കൂല. ഏട്ടിലെ പശു പുല്ലുതൂലാന്ന് പറഞ്ഞില്ലേ? അത് നടപ്പിലാക്കേണ്ടവർ നടപ്പിലാക്കണമുള്ളൂ. പക്ഷെ അത് നടപ്പിലാക്കേണ്ടവർ അങ്ങനെയല്ല നടപ്പിലാക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ അല്ല. അതുകൊണ്ടാണ് ചില ആളുകൾ കുറ്റം ചെയ്താൽ പിറ്റേ ദിവസം നമ്മൾ പത്രത്തിൽ വായിക്കും അയാൾ മാനസിക രോഗിയായിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് തോന്നുന്നു ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഇത്രയും ഭ്രാന്തന്മാരുണ്ടാവും. ചിലപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഓരോക്കെ ഭ്രാന്തന്മാരായി പോവാം. അപ്പോ മാനസിക രോഗിയായിരുന്നു, ചികിത്സയിലായിരുന്നു. ചില ആളുകൾ അതിനു വേണ്ടി കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും കുറ്റം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന നിലക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് 5-10 കൊല്ലം ജയിലിലിട്ടിട്ട് വിചാരണ എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരു മഴതയൊന്നുമല്ല. മഴതയ്ക്കൊക്കെ പിന്നെയും നാലാൾ അറിയുന്ന ഒരാളായതുകൊണ്ട് കുറെ ആളുകളുടെ പ്രാർത്ഥനയൊക്കെ കിട്ടി, ഒരുപാട് സംഗതികൾ സഹായം. അതേ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്താ അവർ ചെയ്ത കുറ്റം? കുറ്റം ചെയ്തിട്ടൊന്നുമില്ല, കുറ്റം ചെയ്യാൻ നല്ല സാധ്യത എന്നതാണ്. മറ്റേത് കുറ്റം ചെയ്തിരിക്കുന്നു, പക്ഷെ അവര് മാനസിക, ചില ആളുകൾ കുറ്റം ചെയ്തതിന് മുന്നേ തന്നെ മാനസിക രോഗികളായി മാറും. അതിനനുസരിച്ച് കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും നടക്കുള്ളതാണ്, അന്ന് കൂടുതൽ നടക്കുള്ളതാണ്. അപ്പൊ ഒരു കൊല നടന്നു കഴിഞ്ഞാൽ ആ ഗോത്രത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ചിലർക്ക് ചില ഫൈനൊക്കെ അടച്ചാൽ മതിയാവും, ചില ആളെ പിടിച്ചു ചുറ്റി. എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഒരാളാണ് കൊല ചെയ്തതെങ്കിൽ ആ ആളുടെ കൊലപാതകയുടെ ഗോത്രത്തെ തന്നെ നശിപ്പിച്ചു, കുടുംബടക്കിക്കൊല്ലും. ബുൾഡോസറൊക്കെ പക്ഷെ ഒന്നും ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ളൊരു രീതി. അപ്പൊ ഇസ്ലാം വളരെ കൃത്യമായിട്ട് പറയാണ് സ്വതന്ത്രന് സ്വതന്ത്രൻ. ഇപ്പൊ കൊലപാതകി സ്വതന്ത്രനായ ഒരാളാണെങ്കിൽ ആ ആളെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? പ്രതിക്രിയ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു സ്വതന്ത്രനായ ഒരാൾ കൊല ചെയ്തതിന്റെ പേരിൽ അയാളുടെ എല്ലാ അടിമകളെയും പിടിച്ചു കൊന്നുകളയാ, അങ്ങനെ ചെയ്യാൻ പാടില്ല.
ഇനി ഒരു അടിമയാണ് കൊല ചെയ്തതെങ്കിൽ ആ അടിമയാണ് പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടുന്നത്. സ്ത്രീയാണ് കൊലപാതകമെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? സ്ത്രീയെ കൊല്ലേണ്ടത്. അല്ലാതെ ഒരാള് കൊല ചെയ്തതുകൊണ്ട് അയാളെ ബന്ധങ്ങളെ കുറിച്ച് പാടില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി ആർക്കെങ്കിലും വല്ല ഇളവും ലഭിക്കുകയാണെങ്കിൽ തന്റെ സഹോദരനിൽ നിന്ന് ഷെയ്ഖിന് എന്തെങ്കിലും ഇളവ് കിട്ടിയാൽ മാന്യമായി അത് സ്വീകരിക്കുക. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു കൊലപാതകിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ ആ തൂക്കിക്കൊല്ലാൻ വിധിക്കുക എന്നൊക്കെ പറഞ്ഞത് അത്യപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. എന്നാലും അവിടെയും ചില പ്രത്യേകക്കാർക്ക് പ്രത്യേക നിയമമുണ്ട്. എന്താ, പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരാളെ തൂക്കിക്കൊല്ലാൻ ന്യായമായിട്ട് പറഞ്ഞത്. എന്നാൽ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ബോധം അയാൾ കുറ്റവാളിയാണ് എന്നാണ്. അല്ലാതെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? തെളിവൊന്നുമില്ല. പക്ഷെ പൊതുവിൽ എല്ലാവരുടെയും ഒരു ബോധം അയാൾ കുറ്റവാളിയാണ്. അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആളുകളില്ല. നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ അതിനുള്ള അധികാരം ആർക്കാണ്? ഈ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രപതിക്ക്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റിനാണ് നമ്മൾ ദയാഹർജി കൊടുക്കേണ്ടത്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരാൾ അയാൾ ദയാഹർജി കൊടുക്കേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിനാണ്, രാഷ്ട്രപതിക്ക്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ചില സംഗതികളൊക്കെ ഉണ്ട് എന്താണ് ചെയ്യാൻ. അപ്പൊ അത് വെച്ചിട്ട് അദ്ദേഹം ചില എന്ത് ചെയ്യും? മാപ്പ്. അങ്ങനെ മാപ്പ് കിട്ടിയ ആൾ നമ്മുടെ നാട്ടിൽ വന്നു. അത് ഉള്ളതിന്റെ അടുത്ത് ഇങ്ങനെ പോവാണ്. അപ്പൊ കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കൾ ഇവനെ എങ്ങനെ കാണാം? എങ്ങനെ കാണാം? വരുന്നുണ്ട്, നമുക്ക് സ്വീകരിക്കാൻ അങ്ങനെയാണോ കാണാം? എങ്ങനെ കാണാം? എന്റെ വാപ്പനെ കൊന്ന ഒരാള് ഒരുപാട് കാലം ഞാൻ കേസൊക്കെ നടത്തി അവസാനം വധശിക്ഷ കിട്ടി. കോടതി പറഞ്ഞു തികച്ചും തെറ്റാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റിന് അർഹതയുള്ള ആളാണ്. അപ്പൊ അയാളെ തൂക്കിക്കൊല്ലണമെന്ന് വിധിച്ച് അങ്ങനെ അയാളെ, അപ്പൊ എനിക്ക് നീതി കിട്ടി എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഉണ്ട് അയാൾക്ക് ഇങ്ങനെ ഒരു ദയാഹർജിയിലെ അയാളുടെ വധശിക്ഷ റദ്ദാക്കി. അങ്ങനെ ഉണ്ട് അയാളിന്റെ പോയപ്പോ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കനാമ കൂടി പോകുന്നു. അപ്പൊ എനിക്ക് എന്തായാലും തോന്നുക, അപ്പൊ എനിക്ക് തോന്നും എന്റെ നാട്ടില് കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. എനിക്ക് നീതി കിട്ടണമെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യണം? അങ്ങനെ തോന്നല്ലോ. കോട്ടക്കൽ ഒരാള് അയാളുടെ മകളെ മാനഭംഗപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ പ്രതി അയാളെ പോയി കൊന്നുകളഞ്ഞു. കാരണം ഇയാൾക്ക് ജാമ്യം കെട്ടി പുറത്തിറങ്ങി നോക്കുമ്പോ അയാളുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. അയാളെ മകളെ കൊന്ന ഒരു മനുഷ്യൻ ജാമ്യം കെട്ടി ഇങ്ങനെ അയാളെ മക്കളെ അയാൾ വരുന്നു. അപ്പൊ പകയുണ്ടാകും, വിദ്വേഷം ഉണ്ടാകും, നാട്ടില് ഫിത്ന ഉണ്ടാകും. ഇസ്ലാം പറഞ്ഞു മാപ്പ് കൊടുക്കേണ്ടത് ആരാണ്? ഇയാളുടെ ഏറ്റവും അടുത്ത ബന്ധു. അപ്പൊ ഞാൻ മാപ്പ് കൊടുത്തു. എന്റെ പിതാവിന്റെ കൊലയാളിക്ക് ഞാൻ മാപ്പ് കൊടുത്താൽ അങ്ങനെ മാപ്പ് കിട്ടിയ ആൾ എന്റെ അടുത്ത് വരുമ്പോൾ എന്റെ മനസ്സിലെത്താണ്. മനസ്സിലായോ? ഇതാണ് ഇസ്ലാമിലെ വിശ്വാസത്തെ പ്രത്യേകത. ഇത് നമ്മുടെ നാട്ടിൽ വരണമെന്ന് പറയാൻ പറ്റൂലേ? ഇതാ ചോദ്യം. നമ്മൾ വിചാരിക്കുക ഇസ്ലാം കൂടെ വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലായിരുന്നു. ഇസ്ലാം വരണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് ഇസ്ലാം നമ്മൾ മനസ്സിലാക്കിയേ തീരുള്ളൂ. നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും അവരവരുടേതായ ജീവിത ദർശനം വരാനാണ് പണിയെടുക്കുന്നത്. ഇപ്പൊ സംഘപരിവാർ പണിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല്
അവരുടേതായ ചാതുർവർണ്ണ വ്യവസ്ഥ നിലവിൽ വരാനാണ്. അവര് ഭരണം കിട്ടിയിട്ട് വന്നിട്ടൊന്നുമില്ല, അതിന്റെ ഒരു വഴിയിലാണ് അവരുള്ളത്. കഴിഞ്ഞ തവണ അവര് പരിശ്രമിച്ചത് ഇന്ത്യൻ ഭരണഘടന തന്നെ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഭരണത്തിൽ വരുന്നത്. പക്ഷെ ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കാനല്ല അവർ ഭരണത്തിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാധന നടപ്പിലാക്കിക്കൊണ്ടാ പോലെ. അപ്പൊ അവരെന്തിനാണ് ഭരണത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ഭരണത്തിൽ കയറുക. എന്നിട്ട് പിന്നെ 2/3 ഭൂരിപക്ഷമായി ഭരണഘടന തിരുത്താൻ പാകത്തിലുള്ള ശക്തിയായി മാറിയിട്ട് ഇത് തിരുത്തണം എന്നാണ്. ഒരു വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയി കിട്ടും. അൽഹംദുലില്ലാ അങ്ങനെ സംഭവിച്ചില്ല. ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ നാട്ടിൽ നിലവിലുള്ള ബൂർഷ്വാ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ഭരിച്ചു പോകാനാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രവർത്തിക്കണം, ഇതിന്റെ ഭാഗമായ പോലെ. അപ്പൊ അവർ പ്രവർത്തിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തൊഴിലാളി വർഗ സമഗ്രാധിപത്യത്തിലേക്ക്, സോഷ്യലിസത്തിലേക്ക്, അതിന്റെ അടുത്ത സ്റ്റെപ്പായ കമ്മ്യൂണിസത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകള് ഈ ഭരണഘടനയെ എതിർത്തുകൊണ്ടല്ല പ്രവർത്തിക്കുക. ഈ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് ഭരണത്തിൽ വരിക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ് ചെയ്യാം? സ്വാധീനം ചെലുത്തിയിട്ട് സോഷ്യലിസത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. അതൊക്കെ തെറ്റായാലും ശരിയായാലും അവർ ഓരോരുത്തരുടെയും കയ്യിലുള്ള ജീവിത ദർശനം വെച്ചുകൊണ്ടാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കയ്യിലുള്ള ജീവിത ദർശനാണിത്. ആ ജീവിത ദർശനം നമ്മളെ നാട്ടിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹൈറിനെ കുറിച്ചാണ് ആദ്യം നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നിങ്ങൾ നോക്കൂ, ഇസ്ലാമികമായ ഒരു ക്രിമിനൽ ലോ ആണ് ഉള്ളതെങ്കിൽ കൊല ചെയ്ത ഒരാളെ വെറുതെ വിടുകയില്ല, അയാളെ ശിക്ഷിക്കും. പക്ഷെ അങ്ങനെ വധശിക്ഷക്ക് വിധേയമാകുന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കാനുള്ള അർഹത ആർക്കാണ്? അയാളുടെ അടുത്ത അതിലേക്ക് അടുത്ത. അങ്ങനെ ആ മാപ്പ് കൊടുക്കുമ്പോ അത് മാന്യമായിട്ട് എന്താക്കണം? സ്വീകരിക്കുക. അതുപോലെ തന്നെ വല്ല ബ്ലഡ് മണിയും നമ്മൾ ഈ റഹീമിനിപ്പോ എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. അതിനുള്ള അർഹത ഇവർക്കുണ്ട്. ഇപ്പൊ കൊല്ലപ്പെട്ട ആളുടെ മക്കളോ അവരുടെ കുടുംബക്കാരോ, ഒരു ഗൃഹനാഥനാണ് കൊല്ലപ്പെട്ടത്, അവരുടെ വരുമാനം നിന്നു, അവരുടെ ജീവിതം പ്രയാസത്തിലായി. അപ്പോ ആ കൊലപാതകി പശ്ചാത്തലിച്ചു, അയാൾക്ക് മാപ്പ് കൊടുത്തു, അയാൾ ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിന് ഒരു താങ്ങും തണലും ആശ്വാസം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പൈസ വാങ്ങുന്നതിന് ഇവർക്ക് അവകാശം. അങ്ങനെ ഒരു കരാറാക്കി കഴിഞ്ഞാൽ ആ പൈസ ഇവരെന്ത് ചെയ്യണം? കൊടുത്തു വീട്ടണം. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു ഇളവാണത്, കാരുണ്യവുമാണ്. ആ കരാറിന് ശേഷം ആരെങ്കിലും അത് ലംഘിച്ചാൽ അതിന് വേദനയേറിയ ശിക്ഷയുണ്ട്. മാപ്പ് കൊടുക്കുക എന്നതും ഇതേപോലെ മോചനദ്രവ്യം വാങ്ങുക, അങ്ങനെ വാങ്ങി വിട്ടയക്കുക എന്നതും ഒക്കെ ഈ ഏറ്റവും അടുത്ത ബന്ധുവിന് അധികാരമുള്ള കാര്യമാണ്. പക്ഷെ അതിൽ പോലും വളരെ സൂക്ഷ്മമായിട്ട് ഇസ്ലാം ഇടപെടുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതൊന്നും സ്വന്തം നടത്താൻ പറ്റൂല. എങ്ങനെ നടത്താൻ പറ്റൂല? കൊലപാതകയായ ഒരാൾ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് ഈ കുടുംബക്കാര് സ്വകാര്യത്തിന് മാപ്പ് കൊടുത്ത് ഒരു തവണ തീരുമാനിക്കേണ്ട കേസല്ല. അതിൽ ഖാദി വേണം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ ബന്ധുവും കൊലയാളിയും കൂടി ഒത്തിട്ടാണോ കൊല നടത്തിയത്? സാധ്യതയില്ലേ? അതായത് എന്റെ വാപ്പനെ കൊല്ലാൻ ഞാൻ തന്നെ കൊട്ടേഷൻ കൊടുക്കുക, അങ്ങനെ സംഭവിച്ചതാണെങ്കിൽ ഞാൻ തന്നെ മാപ്പ് കൊടുക്കുക, അങ്ങനെ ശരിയാവുക? മനസ്സിലായോ? അപ്പൊ അങ്ങനല്ല എന്ന് ആർക്ക് ബോധ്യപ്പെടണം? ന്യായാധിപന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടുത്തേണ്ട
കൊടുക്കേണ്ടുന്ന ബാധ്യത കൂടി വെച്ചിട്ടുണ്ട്. അപ്പോ ഇസ്ലാമിൽ കൊന്ന ആൾക്ക് കൊല്ലപ്പെട്ടവന്റെ സ്വത്തിൽ അനന്തരാവകാശം കിട്ടൂല. വാപ്പാനെ ഞാനാണ് കൊന്നതെങ്കിൽ എനിക്ക് വാപ്പാനെ മുതൽ കിട്ടൂല, അനന്തരാവകാശം ഇല്ല. എന്റെ വാപ്പാനെ ഞാൻ കൊന്നാല് എന്റെ വാപ്പാന്റെ സ്വത്തൊന്നും നയാ പൈസ എനിക്ക് കിട്ടൂല. ഇസ്ലാമിക നിയമമാണ്. എന്റെ വാപ്പനെ ഞാൻ കൊന്നാൽ എന്റെ വാപ്പാന്റെ ഒരു സ്വത്ത് എനിക്ക് കിട്ടൂല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ വാപ്പാനെ എത്ര ആൾ കൊല്ലും? കാരണം ഇയാൾ ഇങ്ങനെ കൊണ്ടെടുക്കരുത്. ഇപ്പോഴും എന്തെങ്കിലും എനിക്ക് കിട്ടണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കണം, അത് തരുമോ, ഇത് തരുമോ? അയാൾ അങ്ങനെ കൈകാര്യം ചെയ്താൽ മൊത്തം എനിക്ക് കയ്യില് അത് പറ്റൂല. അതുകൊണ്ട് കൊല്ലപ്പെട്ടവന്റെ സ്വത്തിൽ നിന്ന് കൊന്നവന് അനന്തരാവകാശമില്ല. ഇസ്ലാമിന്റെ നിയമമാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ചു എത്ര മനോഹരാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ ക്രിമിനൽ സിവിൽ നിയമങ്ങളും ഏതൊരു പടപ്പിനും ഉപകാരപ്രദമാണ് അതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിട്ട് ഇസ്ലാം അത് ഭയങ്കര പ്രശ്നം വിചാരിക്കുന്നതാണ്. ഇസ്ലാം അല്ലാത്തവർ വിചാരിക്കണേലല്ല സങ്കടമുള്ളത്, നമ്മക്കെന്തേ അങ്ങനെ വിചാരമുള്ള ആള് സങ്കടം. കാരണം നമ്മൾ പലപ്പോഴും നോക്കുന്നത് എന്താന്ന് ചോദിച്ചാല്, ഏതൊരു സിനിമയിലെ ഒരു ഡയലോഗ് ഇല്ലേ, സൗദി അറേബ്യയാണ് രാജ്യം, ശരിയത്താണ് നിയമം. പിന്നെന്താ പറയാ, എന്താ ശരീരത്തിൽ എന്ന് പറയുമ്പോ നമ്മൾ തന്നെ വിചാരിക്കണ എന്താണ്, എന്താ സലീംകുമാർ പറയണല്ലേ, ശരീരത്താണ് നിയമം എന്ന് പറയുമ്പോ നമ്മൾ തന്നെ വിചാരിക്കുന്നത് എന്തോ ഭീകരമായ സംഗതിയെന്നാണ്. മനുഷ്യന്മാരുടെ ജീവന്, അന്തസ്സിന്, അവരുടെ സമ്പത്തിന് ഇത്രത്തോളം പരിഗണന കൊടുക്കുന്ന ഒരു സംഗതി പോലെ എല്ലാവർക്കും ഇതിന്റെ ഫലം കിട്ടും, ഇതിന്റെ ഗുണം കിട്ടും. ഇതൊരു ജാതിക്ക് ഒരു മതത്തിനുള്ള കേസൊന്നല്ല. അപ്പോ കൊലപാതകയും കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുവും തമ്മിൽ ഒത്തുകൊണ്ടാണോ അല്ലേ എന്നൊരു പ്രശ്നത്തിൽ കിടക്കുന്നത് കൊണ്ട് ഇത് വ്യക്തിയായിട്ട് ചെയ്യേണ്ടതല്ല, പരസ്പരം തമ്മിൽ സ്വകാര്യമായി ചെയ്യേണ്ടതല്ല എന്നർത്ഥം. അവിടെയും വളരെ സൂക്ഷ്മത ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കൊല നടന്നു കഴിഞ്ഞാൽ ആ കൊലപാതകയെ ശിക്ഷിക്കണം. പക്ഷെ ആ ശിക്ഷിക്കുമ്പോ ഒരാൾക്ക് പകരം ഒരു ഗോത്രം, ഒരു കുടുംബം, അങ്ങനല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു പാർട്ടിക്കാരനെ കൊന്നാൽ വേറെ അപ്പുറത്തെ പാർട്ടിയിൽ ഒരാളെ കൊല്ലും, ഓരോരുത്തർക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. അതിനെക്കാട്ടിലൊക്കെ സങ്കടം വെച്ചാൽ ആളെ മാറി കൊല്ലലാണ്. ഞാനെപ്പോഴും പ്രാർത്ഥിക്കരുത്, പഠിച്ചോനെ ഇന്നെ ആരെങ്കിലും കൊല്ലാണ് ഞാനാണെന്ന് അറിഞ്ഞിട്ട് പോകുന്നു, അതിനൊരു അന്തസ്സുണ്ടല്ലോ. ഇന്നെ കൊല്ലണമെന്ന് ഒരാൾ ടാർഗറ്റ് ചെയ്ത്, ഒരു ടീം ടാർഗറ്റ് ചെയ്ത് വന്നപ്പോ ഞാൻ ചെയ്ത ഇറങ്ങില്ല, വലിയ സംഗതിയാണ്. ഇത് ഇന്നെപ്പോലുള്ള വേറെ ആളാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ കൊന്നതിന് ശേഷം പറയുന്നത് ആള് മാറിയതാണ്, ഇതെത്ര ചേർപ്പ വളർന്നുണ്ട് എന്ന് പറഞ്ഞാല് അങ്ങനൊക്കെ സംഭവിക്കലുണ്ട്. കാരണം ഈ ഫോട്ടോ കൊടുത്ത് വിടുകയാണ്, ഇന്നാളെ തട്ടണമെന്നാണ്. പല്ല് വയ്ക്കാൻ പോയവന്റെ വിരല് കുറിക്കുന്ന മെഡിക്കൽ കോളേജിൽ തന്നെ അത്രയും വിവരമുള്ള ആൾക്കാരും അത്രയും എക്സ്റേ എടുത്തിട്ടും അത്രയും സംവിധാനത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നേ, തിരിച്ചല്ലേ കയ്യിന്റെ വിരൽ നോക്കാൻ വേണ്ടി നാം നോക്കിയത്. ഇത് സംഭവിക്കുന്നെങ്കിൽ അന്തല്ലാണ്ട് മരുന്നടിച്ച് നടക്കുന്ന കൊട്ടേഷൻ ടീമിന്റെ അടുത്ത് ഫോട്ടോ കൊടുത്താൽ മാറിപ്പോണേന്ന് പ്രത്യേകിച്ചെന്തോ പറയാ. ഒരു ഫോട്ടോ കൊടുത്താൽ അതീ വീശിട്ട് മറ്റേ ഫോട്ടോയില് കാല് വെട്ടാൻ പറഞ്ഞ ഫോട്ടോ ആണ് ഇതിന്റെ അകത്ത്, തല വെട്ടാൻ പറഞ്ഞ ഇതിന്റെ അകത്ത്. നമ്മൾക്ക് മാറിപ്പോയാൽ തല വെട്ടേണ്ടവര് കാല് വെട്ടും, കാല് വെട്ടേണ്ടവര് തല വെട്ടും. കൊന്നവൻ അറിയുന്നില്ല എന്തിനാ കൊല്ലുന്നത്, കൊല്ലപ്പെട്ടവൻ അറിയുന്നില്ല ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടത്. ഈ ഒരു അവസ്ഥ ആണുള്ളത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് അടുത്തായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് പറയണം. അതിലേക്ക് പോവാം. അപ്പോൾ കൊല ചെയ്ത ആളെ വധിക്കണം.
പക്ഷെ ആ വധിക്കുന്നതിന് കൃത്യമായ തെളിവും സംഗതികളും വിചാരണയും പ്രതിക്ക് പറയാനുള്ളതും എല്ലാം ഉണ്ട്. അതിനുശേഷം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അതിനുശേഷം മാപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു. ആ മാപ്പ് കൊടുക്കുന്നതിലും സമൂഹത്തിൽ ഫിത്നയില്ലാതിരിക്കാൻ മാപ്പ് കൊടുക്കുന്നവൻ ഈ കൊല ചെയ്യപ്പെട്ടവരുടെ ബന്ധുവായിരിക്കണം, ഏറ്റവും അർഹതപ്പെട്ട ആളായിരിക്കണം. അങ്ങനെ വേറെ ആരെങ്കിലും മാപ്പ് കൊടുക്കാത്ത ആ മാപ്പ് കൊടുക്കുന്ന ആളും കൊലയാളിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ തിരിയണം. ഇത്രയും കൃത്യമാണ്. ഇത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധാക്കിയ പോലെ അവ നിർബന്ധാക്കിയ കേസാണ്. കുത്തിബ അലൈക്കും സിയാം പറഞ്ഞ പോലെ കുത്തിബ അലൈക്കും ഖിസാസ്. ഈ ഖിസാസ് ഇവിടെ ഇല്ല എന്നതുകൊണ്ട് നമ്മക്കാർക്കും ഒരു ബേജാറുമില്ല. എങ്കിൽ നോമ്പ് നാളെ മുതൽ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് ബേജാറുണ്ടാവും. അപ്പൊ നമ്മളെന്ത് പറയുന്ന അറിയോ? അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ നിയമല്ലേ നോമ്പ് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു സൗകര്യം, കാരണം നമുക്ക് പറയാനുള്ള ന്യായം കിട്ടി. എന്താണ്? നമ്മുടെ രാജ്യത്ത് പറ്റാത്തോണ്ടായി ഭക്ഷണം ഇന്ന് നമുക്ക് കഴിച്ചാലോ. കാരണം രണ്ടും കുത്തി തന്നെയാണ്. എന്താ ഒന്ന് മാത്രം പറ്റും തന്നെയാണ്. അപ്പൊ ഇതിപ്പോൾ നിലവിലില്ല എങ്കിൽ നോമ്പ് നിരോധിച്ചാൽ ഉണ്ടാകുന്ന ഒരു ബേജാറ് ഇത് നിരോധിച്ചാൽ നമുക്ക് വേണ്ടതല്ലായിരുന്നു ശരിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും. നിസ്കാരത്തിന് എത്ര ഫർളുണ്ട്? സമ്പൂർണ്ണ മൗനം. പോട്ടെ, എത്ര ഷർത്തുണ്ട്? അപ്പോഴും മൗനം. ആകപ്പാടെ നമുക്ക് ദീനുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിസ്കാരം. മറ്റേ പിസാസ് നമുക്കില്ല, സക്കാത്ത് ഒരെണ്ണ പോലത്തില്ല. ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് റമദാനിലെ സക്കാത്തിന്റെ കോലം അതങ്ങനെയാണ്. കാവ്യ നമ്മുടെ നാട്ടിലില്ല. ദീനുൽ ഇസ്ലാമിന്റെ ഒട്ടുമുക്കാല് സാധനം നമ്മളെത്തില്ല. ആകപ്പാടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് നിസ്കാരം. അതിന്റെ തത്വം പറഞ്ഞു ചോദിച്ചിട്ടാ ഉണ്ടാക്കില്ല. അപ്പൊ എന്താ നമ്മളെ തോന്നുന്നത് അല്ലേ? അത് വേറെ ആലോചിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനില് നമ്മളിപ്പൊ ചെയ്യുന്ന ദീനുണ്ടല്ലോ, ഇപ്പൊ ചെയ്യുന്ന ദീന് നമ്മൾ നിസ്കരിക്കാതിരിക്കില്ല നോക്കുന്ന സാധനം. ഈ ആയത്ത് മാത്രം നിങ്ങൾ വേറെ എടുത്ത് വെച്ച് നോക്കൂ. ഈ ആയത്ത് മാത്രമാണ് ഖുർആനെങ്കിൽ നമുക്കൊക്കെ ആഫിദായത്. നമ്മളെ നാട്ടിൽ കുറഞ്ഞ ആഫിദല്ലേ ഉള്ളൂ. കുട്ടികളൊക്കെ പോയിട്ട് ഇപ്പത് പഠിക്കുന്നത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. എന്റെ മോനെ പഠിക്കാൻ പോയിരുന്നു. അപ്പൊ ആഫിദാവാൻ വേണ്ടി ഓതി 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 പഠിക്കുകയാണ്. നമ്മളിപ്പോ പാലിക്കുന്ന ദീന് മാത്രമാണ് ഖുർആനിലുള്ളതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആഫിദായത്. കാരണം എന്താ? നോമ്പിനെ പറ്റി ആകെയുള്ളൂ ഈ രണ്ടാഴ്ചയുള്ളൂ. അപ്പൊ നോമ്പില് നിസ്കാരത്തിനെ പറ്റി കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അത് പോയി. ഹജ്ജിനെ പറ്റി വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അത് പഠിച്ചു. പിന്നെ ദിക്ർ ദുആനെ പറ്റിയൊക്കെയാണ്, അത് പഠിച്ചാൽ ഖുർആൻ കഴിഞ്ഞില്ലേ. പിന്നെ ഖുർആനിൽ ഇക്കണ്ട മുഴുവൻ ആയത്തുകൾ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ദീനാണെന്നും കൂടി മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യമാണ്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിന്റെ ആയത്ത് ദീനാണ്. അത് ബാങ്കിങ് സിസ്റ്റമാണ്. ഇസ്ലാമിക് ബാങ്ക് എന്താന്നുള്ളതാണ് ഇതിൽ 1.5 പേജ്. അപ്പൊ നമ്മൾ ദീനായിട്ട് ഇപ്പൊ മനസ്സിലാക്കിയ നമ്മളെ മതസംഘടനകൾ ദീനീ ചർച്ചയായിട്ടും വാദപ്രതിവാദമായിട്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഖുർആൻ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്കെല്ലാം ക്യാപ്താകെ. അപ്പൊ ഖുർആനില് അത് കുറച്ചേ ഉള്ളൂ. നിങ്ങളിപ്പോ മൗനം പാലിച്ച ഷർത്തും ഫർളും അക്കമിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ തന്നെ പറഞ്ഞാലേ ഉണ്ടാവുന്നൊന്നുമില്ല കേട്ടോ. ഹദീസിനും കിട്ടിയാലും നമുക്ക് പഠിച്ചാൽ അത് തന്നെ മതി, അത് അതിനുള്ളതാണ് ഹദീസ്. പക്ഷെ അങ്ങനെ അത് ഹദീസ് മുഖാന്തരം പഠിപ്പിക്കാൻ തീരുമാനിച്ച റബ്ബ് എത്ര വിശദമായിട്ടാ ഇത് പറഞ്ഞു നോക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ തലത്തൊരു പൊട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണോ, മണ്ട റീഫ്രഷ് ചെയ്യണം. അതായത് അള്ളാഹു ഷർത്തും പറഞ്ഞു ഖുർആനിലെ നിസ്കാരത്തിന്റെ ഷർത്തും പറഞ്ഞു വിശദമായിട്ട് പഠിപ്പിക്കാത്ത ഖുർആനില് അങ്ങനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഖുർആൻ 6236 ഉള്ളത് പിന്നീട് 16236 ആയിപ്പോ എല്ലാത്തിന്റെ
ഇസ്ലാം കാര്യം 5ആണ്, ഈമാൻ കാര്യം 6ആണ്, അങ്ങനെയൊക്കെ ഖുർആൻ എണ്ണിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊക്കെ ഹദീസുകൾ. അപ്പൊ സൂചനകൾ മാത്രം കൊണ്ട് മതിയാക്കുന്ന, അടിസ്ഥാനങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ഖുർആന് പക്ഷേ ഈ പ്രതിക്രിയാ നിയമത്തെ കുറിച്ച് വന്നപ്പോൾ എന്ത് വന്നു? വിശദമായിട്ട് കുത്തിബാലേക്കും സിയാം എന്ന് പറഞ്ഞിടത്ത് പോലും അത് 30 ദിവസമാണ്, അത് രാവിലെ സുബഹി മുതൽ മഗ്‌രിബ് വരെയാണ്, അത്താഴം കഴിക്കല് സുന്നത്താണ്, ഒന്നും പറഞ്ഞില്ല. അതേസമയത്ത് ഖിതാൽ പറഞ്ഞിടത്ത്, ഖിസാസ് പറഞ്ഞിടത്ത് അത് വിശദമായിട്ട്. എന്നിട്ടെങ്കിലും ഒരു വേദാരം നമുക്ക് ഉണ്ടായാലോ, എന്നിട്ട് നമ്മൾ കയ്യിൽ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, വെള്ളം വന്നാൽ ഒതുക്കുക എന്നുള്ള പോലത്തിൽ എന്ന് പറഞ്ഞ പോലെ വിശ്വാസക്കാരെ കൊണ്ടുപോകാം ഓക്കെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യും. ഇനി അടുത്തത് പറയാം വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. വലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ഖിസാസ് പ്രതിക്രിയയിൽ ഹയാത്ത് ജീവിതമുണ്ട്. അതൊക്കെ കഴിഞ്ഞല്ലോ. കൊന്നോനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് പറയാണ് അതിൽ ജീവിതമുണ്ട്. അങ്ങനെ കൊന്നോനെ കൊന്നാൽ ജീവിതം ഉണ്ടാകുക, ഉള്ള ജീവിതം പോവുകയും ചെയ്യാം. വധശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് എങ്ങനെയാണ് ജീവിതം ഉണ്ടാവുക? വധശിക്ഷ നടപ്പിലാക്കിയ ജീവിതം പോവല്ലേ ഇത്? ഇളവിനെ പറ്റിയല്ല, വിശ്വാസിനെ കുറിച്ചാണ്. അത് അടിസ്ഥാന ഇസ്ലാം. അതായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ക്രിമിനൽ നിയമങ്ങളൊന്നും കുറ്റം ചെയ്തതിനോടുള്ള പ്രതികാരമല്ല. കുറ്റം ചെയ്തതിനോടുള്ള പ്രതികാരമല്ല. ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുകയേ പറയുള്ളൂ. ഇസ്ലാമിൽ വ്യഭിചാരത്തിനല്ല ശിക്ഷ. വ്യഭിചാരത്തിന്റെ ശിക്ഷ പരലോകത്തുനിന്നാണ്. ഇവിടെ ശിക്ഷ 4 ആൾ കാണൽ വ്യഭിചരിച്ചവനാണ്. ഏതോ ഒരുത്തം വ്യഭിചരിച്ചു ഒരാൾ പറഞ്ഞാൽ പറഞ്ഞവൻ 80 അടി കിട്ടും. സമാനീന ജൽദ. എനിക്ക് സാക്ഷി ഉണ്ടോ? ഇല്ല, പറഞ്ഞവൻ കിട്ടുമായിരുന്നു. അപ്പൊ സാക്ഷി വേണം. അപ്പൊ സാക്ഷി ഉണ്ടായി എന്ന് പറഞ്ഞാൽ എത്ര സാക്ഷി വേണം? 4 സാക്ഷി ഉണ്ടാകിയ ഒരാൾ ഈ പണിയെടുത്താ ഓനെ അറിഞ്ഞുള്ളൂ. അപ്പോ സ്വകാര്യമായിട്ട് ചെയ്താലോ, ആരും അറിയാണ്ട് ചെയ്താലോ ദുനിയാവൊന്നും ശിക്ഷയില്ല. ഓൻ പക്ഷെ പരലോകത്ത് കഴിച്ചിലാവൂല, അവിടെ ശിക്ഷ. ഒരുത്തൻ ആരും അറിയാണ്ട് ഓന്റെ കൊരന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കള്ളു കുടിച്ചാൽ ഇസ്ലാമിക ഭരണകൂടം കോടതി ഓൻ ശിക്ഷിക്കൂല. കള്ളു കുടിച്ചതിന് ശിക്ഷയില്ല, പരലോകത്ത് ശിക്ഷ. ഇവിടെ എന്താണ്? പബ്ലിക് നോൺസെൻസിനാണ് ശിക്ഷ. ആളുകൾക്കിടയിൽ തീരുമാനമുണ്ടാക്കാനാണ്. അപ്പോ ഇസ്ലാമിലെ പ്രതിക്രിയ എന്തിനാണ്? കുറ്റം ചെയ്തതിനോടുള്ള പ്രതികാരമല്ല, സമൂഹത്തിൽ ജീവനും ജീവിതവും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സാക്ഷിയില്ലാതെ ഒരാൾ വ്യഭിചാര ആരോപണം നടത്തിയ ഓനത്തല്ലുന്നത്. കാരണം എന്താ? ഇല്ലെങ്കിൽ ഓരോരുത്തരും തമ്മിൽ പറയാൻ തുടങ്ങും. അപ്പൊ സമൂഹത്തിൽ ഈ തിന്മ വ്യാപിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതാണ് നടക്കുന്നത്. ഇഷ്ടമുള്ള പറ്റിയൊക്കെ പീഡന കേസ്. ഒരാളോട് ദേഷ്യം പിടിച്ച ഓനെതിരെ അന്ന് പറഞ്ഞേക്കുക, പീഡിപ്പിച്ചു. അപ്പൊ പോക്സോ കേസ് പ്രശ്നം, ഓന്റെ കുടുംബം പോയി, അത് തകർന്ന് പൊളിഞ്ഞ് നാശായി. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്? അതിന് കൃത്യമായ ചട്ടക്കൂടം. സമൂഹത്തിൽ ജീവനും ജീവിതവും ഉണ്ടാകണം, സ്വസ്ഥത ഉണ്ടാകണം. അതിനാണ് വിശ്വാസം. കട്ടോന്റെ കൈ മുറിക്കാന്ന് പറഞ്ഞാല് കട്ടോൻ അള്ളാഹിനോട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, മോഷണം മുതൽ തിരിച്ചു കൊടുത്ത് തൗബ ചെയ്താൽ ഓന് പിന്നെ അള്ളാഹിന്റെ അടുത്ത് ശിക്ഷ ഉണ്ടാവില്ല. ഓന്റെ കൈ ഇവിടെ വിട്ടു. അതിനാണ് വേറുള്ള കട്ടാൽ തിരിയണം, കട്ടാൽ ഇതാവാണ്. അപ്പൊ കക്കാൻ തോന്നരുത്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക രാജ്യം ഇപ്പൊ എവിടെ ഇല്ല. നമ്മളെ അറബ് രാജ്യങ്ങളൊക്കെ രാജഭരണമാണ്. ഈ രാജഭരണം
നടക്കുന്നിടത്ത് പോലും ഈ ശരീരത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. ആ നടപ്പിലാക്കുന്നതിന് പോലും ഇത്ര ഗുണമുണ്ട് എന്ന് ആലോചിച്ചു നിങ്ങൾ. കുറ്റകൃത്യങ്ങളുടെ അളവ് വളരെ കുറവാണ്. നമ്മളൊരു സുഹൃത്തുണ്ട്, ദുബൈയിൽ ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടായിരുന്ന ആളാണ്. ഇവരിപ്പോ നാട്ടില് വണ്ടി ഓടിക്കുമ്പോ എല്ലാം പറയും, ഒരു വണ്ടി കണ്ടാൽ തന്നെ നമ്മൾ പറയും അവൻ ദുബൈയിൽ വണ്ടി ഓടിച്ച ആളല്ല, മറ്റോ അവൻ ദുബൈയിൽ വണ്ടി ഓടിച്ച ആളാന്ന്. എന്താ കാര്യം? വണ്ടി ഓടിക്കുന്ന കണ്ടാൽ അറിയാം, നിയമം പാലിച്ച് സൂക്ഷ്മതയോടുകൂടി കൃത്യമായി വണ്ടി ഓടിക്കും. ഇവിടുന്ന് പോയാൽ തന്നെ നാടെത്തിയാൽ നല്ലോണം സൂക്ഷിക്കും. എന്താ കാര്യം? അത് നിയമം നടപ്പിലാക്കുന്നതിലുള്ള കണിശതയാണ്. ഞമ്മക്ക് അങ്ങനെ പ്രശ്നമില്ല. ചില ബസ്സിന്റെ കമ്പനിക്കാരെ പറ്റി പറയേണ്ട ഓണന്മാര് പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, തട്ടിയ കേസാണ് ഒരു പ്രശ്നമില്ല. ആരെ കൊന്നാലും പ്രശ്നമില്ല, എന്ത് ചെയ്താലും പ്രശ്നമല്ല. പല കൊലപാതക കേസിലും പ്രതികളെ പിറ്റേത്തെ ദിവസം തന്നെ പിടിക്കും. എന്താ സംഭവിക്കണമെന്നറിയോ? പ്രമാദമായ കൊലക്കേസായിരിക്കും. പോലീസ് അണ്ടാത്ത അച്ഛനെ ആളെ പിടിച്ചിരിക്കും. ആളെ പിടിച്ചാൽ പത്രത്തിലൊക്കെ വരും, ആ പോലീസ് വളരെ ഉഷാറാണ്, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു, വളരെ ഉഷാറാണ്, ഭയങ്കര അപ്രിസിയേഷൻ കിട്ടും. എന്നിട്ട് അവരെ റിമാൻഡ് ചെയ്യും. നമുക്ക് സമാധാനം, പോലീസിന് അഭിനന്ദനം, ഒക്കെ റെഡിയാണ്. പിന്നെന്താ സംഭവിക്കുക? കേസ് നടത്തും. ഈ പിടിക്കപ്പെട്ടവരൊന്നും ശരിക്കുള്ള പ്രതികരിക്കൂല. ഈ പിടിക്കപ്പെട്ടവരും കൊലപാതകം ചെയ്തവരും എല്ലാവരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. നീ കുറ്റം സമ്മതിച്ചു, റിമാൻഡ് ചെയ്തു. പിന്നെ കേസ് ട്രയലിൽ വന്നു കഴിഞ്ഞാൽ തലകുത്തി മറിഞ്ഞാലും വക്കീലിന് ഇത് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഓരെന്താ ചെയ്ത് അങ്ങനെ 5 8 കൊല്ലം കഴിഞ്ഞാല് ഇവരെന്ത് ചെയ്യും? വെറുതെ വിടും. ഈ 8 കൊല്ലം ഗൾഫ് പോയി പണിയെടുക്കാൻ കിട്ടുന്ന പൈസ ഈ കേസ് കുറ്റം സമ്മതിച്ചാൽ കിട്ടുകയും ചെയ്യും. എന്താ വർഷം ഇതിന്റെ ഇടയിൽ ബഹ്റൈനിലേക്ക് കുവൈത്തിലേക്കൊക്കെ പോയ ഫ്ലൈറ്റിൽ ശരിക്കും കൊന്നോ കയറി പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അത്ര പഴുതിൽ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരു തരം കളിയാണ്. അപ്പൊ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പ്രതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആശ്വാസം, ആ പ്രതി റിമാൻഡ് ചെയ്യപ്പെട്ടു പറയുമ്പോൾ അതിനേക്കാൾ ആശ്വാസം, പിന്നെ ഇവരെ വെറുതെ വിട്ടു എന്നത് ചരമക്കോളത്തിന്റെ അടിയിൽ ചെറിയൊരു കോളത്തിലുണ്ടായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞിട്ടേ ഇങ്ങനെ കണ്ട കുർമാണിതല്ലോ ഇവായി പോയി എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് ഉണ്ടാകുക. അത് ആരും ശ്രദ്ധിക്കൂല. അതുകൊണ്ട് ജീവിതമില്ല, പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ഉണ്ടാകാനാണ് വിശ്വാസം, സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം, ആരും ബലാത്കാരം ചെയ്യപ്പെടാത്ത ജീവിതം. ഖത്തറിലൊക്കെ പറയുന്നു ഏറ്റവും സമാധാനമുള്ള നാട്. എന്താ കാരണം? ഏതൊരു പെണ്ണിനും നട്ടപ്പാതിരത്ത് ഇറങ്ങി നടക്കാം, ആരും പിടിക്കാൻ പോയില്ല. ഇത് നട്ടപ്പാതിര പോയിട്ട് നട്ടുച്ചക്ക് ബസ്സിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്നൊക്കെ ബസ് എന്നൊക്കെ കൂടുതൽ. നമ്മളടുത്ത് പറയാൻ വേണം. അതേ സമയത്ത് അവിടെ ഏത് സമയത്തും ആൾക്ക് ഇറങ്ങി നടക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോ അവരൊന്നും ഇസ്ലാമികമായ ഈ ശരീഅത്ത് പൂർണ്ണമായ സ്ഥലങ്ങളൊന്നുമല്ല. ഈ ശരീഅത്തിൽ നിന്ന് ഏതാനും ചിലത് മാത്രം നടപ്പിലാക്കിയിട്ട് പോലും അവിടെ എന്തുണ്ട്? അതിന്റെ ഗുണമുണ്ട്. അപ്പൊ അത് പൂർണ്ണമായാൽ എത്ര ഗുണമുണ്ടാവും എന്നതിനെ കുറിച്ചാണ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, അതുകൊണ്ട് ഇതിലെല്ലാം നിങ്ങൾക്ക് ജീവിതമുണ്ട്. ബുദ്ധിയുള്ളവരെ എന്നാണ്. ഇല്ലാത്തവർക്ക് മനസ്സിലാവാം. ഓരെന്താ പറയാറിയോ? ഒരു വധശിക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതൊരു കാടത്തമല്ലേ, 6-ാം നൂറ്റാണ്ടിലുള്ള സംഗതിയല്ലേ, എന്തൊക്കെയാണ് ഇതില്ലാതെ പറയുന്നത്? ഒന്നോനൊന്നുമില്ല, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ഇമാതെ കാടൻ നിയമങ്ങൾ എന്ന് പറഞ്ഞ പ്രസംഗിക്കും. കാരണം കൊല്ലപ്പെട്ടവന്റെ മനുഷ്യത്വത്തെ കുറിച്ച് ഒരു പറയാനില്ല, ഈ സമൂഹത്തിലെ സമാധാനത്തെ കുറിച്ച് പറയാനില്ല. അവനാകെ പറയാനുള്ളത് കൊന്നോനെന്തോ പാവം, ഓനെങ്ങനെ എന്നാ അത് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉള്ളിലൊരു പ്രത്യേകത വിളിച്ചിരുന്നു. ബുദ്ധിയുള്ളവരെ എന്നൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടാണ് ഈ ചോദ്യം പറയുന്നത്. ഞാൻ ഉള്ളിലൊരു 178 സത്യവിശ്വാസികളെ 179 വിദ്വാൻമാരെന്നാണ് അതെ
സത്യവിശ്വാസികളോട് മൊത്തത്തിൽ പിശാസിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ പൊരുള് തിരിയണമെങ്കിൽ എന്ത് വേണം? അത് ബുദ്ധിമാന്മാരായിരിക്കും. നിയമം പാലിക്കണമെങ്കിൽ പൊരുള് തിരിഞ്ഞു വേണമെന്നില്ല, നിയമം പാലിക്കൽ നിർബന്ധമാണ്. ലഅല്ലക്കും തത്തഖൂൻ. എന്നാലേ ഇതൊക്കെ കൂടി പേരാണ് തഖ്വാ. ഇങ്ങനെല്ലാം കൂടി ആയാലുള്ള പേരാണ് തഖ്വാ. അല്ലാതെ തഖ്വാ എന്ന് പറഞ്ഞാൽ വേറൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല. അതൊക്കെ മനസ്സിലാക്കിയാലും ഇതൊക്കെ പഠിച്ചാലും ഇതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് തഖ്വാ. ഇനി അടുത്ത് വരുന്നത് അതിനേക്കാൾ മനോഹരമായ കുറെ കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് അല്ലാഹു അനുഗ്രഹിക്കുക. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله.